പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനത്തിലൂടെ ഈശോ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. നമ്മൾ വിശ്വാസത്തിലൂടെ ഫലം പുറപ്പെടുവിക്കുന്നവരാകണം എന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഈ ഫലം ഉള്ള വ്യക്തികൾക്കാണ് കർത്താവ് ഈ വാഗ്ദാനം നൽകുന്നത്. നിങ്ങൾ ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകുമെന്ന്. നമ്മളും പലതും ചോദിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ എത്രയേറെ ഫലം നിറഞ്ഞതാണ് നമ്മുടെ വിശ്വാസ ജീവിതം എന്നുകൂടി ചിന്തിക്കാം. ഫലം പുറപ്പെടുവിക്കാത്ത, സാക്ഷ്യമില്ലാത്ത ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ പൂവണിയുകയില്ല. ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവിധത്തിലുള്ള വിശ്വാസവും വിശുദ്ധിയും നമ്മിലുണ്ടാകുവാനായി പ്രാർത്ഥിക്കാം. കർത്താവ് ഫലം പുറപ്പെടുവിക്കുവാനായി നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിലും വിശ്വാസത്തിലും ആഴപ്പെട്ടുകൊണ്ട് നമുക്കും ജീവിതത്തിൽ ഫലമുള്ളവരായി വളരാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.